കണ്ണൂർ തളിപ്പറമ്പിൽ വൻ തീപിടുത്തം. ഹൈവേയിലെ ഷാലിമാർ ബിൽഡിംഗിലാണ് തീപിടുത്തമുണ്ടായത്. തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ബിജീഷ് ഗോവിന്ദൻ ചേരുന്നുണ്ട്. ബിജീഷ്, വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. എത്ര കടകളിലാണ് വ്യാപിച്ചിരിക്കുന്നത്? എന്താണ് കാരണം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തതയായോ? ധന്യ, ഇതിനകത്ത് തളിപ്പറമ്പ് ഹൈവേയിൽ തന്നെയുള്ള ഒരു കടയിലാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത്. 3 നില ബിൽഡിംഗ് പൂർണ്ണമായും, ഒരു ബിൽഡിംഗ് പൂർണ്ണമായും കത്തി നശിച്ചു. അതിനടുത്തുള്ള കെട്ടിടത്തിലേക്ക് കൂടി തീ വ്യാപിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏകദേശം 1 മണിക്കൂറിനടുത്തായി ഇത്തരത്തിൽ തീ വ്യാപിക്കാൻ തുടങ്ങിയിട്ട് എന്നുള്ളതാണ് നാട്ടുകാരും അതുപോലെ തന്നെ കടക്കാരും പറയുന്നത്. ഇവിടെയുള്ള കടയിലുള്ള ആൾക്കാരൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ള ഒരു കെട്ടിടമാണ്. വ്യാപാര സ്ഥാപനം, കുട്ടികളുടെ ടോയ്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടയാണ്. അത് പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. അടുത്ത ഒരു കെട്ടിടം നമുക്ക് കാണാൻ കഴിയും ഒരു ജ്വല്ലറിയാണ്. ആ ജ്വല്ലറിയിലേക്കടക്കം തീ വ്യാപിക്കുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഫയർഫോഴ്സിന്റെ 2 എഞ്ചിനുകൾ കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് ഇവിടെ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഫലപ്രദമാകുന്നില്ല. ഇതിനടുത്ത് തന്നെ ഒരു ട്രാൻസ്ഫോമറുമുണ്ട്. ആ ട്രാൻസ്ഫോമറിനകത്തേക്ക് തീ അത് കടന്നു വരുന്നത് വലിയ തരത്തിലുള്ള ഒരു ഭീതി ഈ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പോലീസ് അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങൾ ഇവിടെ സുരക്ഷ ഒരുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും ഫലപ്രദമാകുന്നില്ല എന്നുള്ളത് വ്യാപാരികൾ പറയുന്നു. നേരത്തെ ഏകദേശം 1 മണിക്കൂറിനടുത്തായി ഈ തീ ഇതുപോലെ തന്നെ കത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യാപാരികൾ പറയുന്നത്. നമുക്ക് ഈ വ്യാപാരികളുടെ അടുത്ത് ചോദിക്കാം. റിയാസ്, ഇതിപ്പോ എത്ര സമയമായി നമ്മൾ ഈ ഭാഗത്ത് ഇങ്ങനെ? ഏകദേശം നമുക്കിപ്പം 1.5 മണിക്കൂറായി സാറേ. 1.5 മണിക്കൂറായിട്ടും ഇവിടെ വാഹനങ്ങളോ അതുപോലെ തന്നെ ഫയർഫോഴ്സിന് എത്തിയില്ല. ബ്ലോക്കാണെന്ന് പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ മെസ്സേജുകൾ പോകുന്നില്ല. കളക്ടർ ഫോൺ വിളിച്ചെടുക്കുന്നില്ല. ഇപ്പോഴും നമുക്ക് കിട്ടിയത് കളക്ടർ റെഡിയായി അലേർട്ടായി നിൽക്കുക എന്ന് പറയുന്നത്. കാരണം ഈ മെസ്സേജ് ലൈവ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ വാർത്ത ലൈവ് ആണെങ്കിൽ, ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഫയർഫോഴ്സിന് അയക്കുന്നതിനും ട്രാഫിക് നല്ല നിലയിൽ നിർത്തുന്നതിനും ഇപ്പോൾ 3 ആളെ വന്ന് 3 യൂണിറ്റാ വന്ന് 1, 2, 3 ഇപ്പൊ ലാസ്റ്റ് ഒരെണ്ണം വന്നു, 3 എണ്ണം വന്നു. 3 യൂണിറ്റ് ആൾക്കാരെ മുഴുവൻ ഒഴിപ്പിച്ചു കഴിഞ്ഞു. എല്ലാവരും ഒഴിപ്പിച്ചു. നമ്മളെ എല്ലാ ആളുകളും ജീവൻ കൊണ്ട് ഓടിയത്. കാരണം അതിലിപ്പോ ഒരുപാട് ആളുകളുടെ കണക്കുകളും പൈസകളും എല്ലാം അതിൽ കത്തിയമരുകയാണ്. ഏകദേശം 42ഓളം റൂമുകളാണ് കത്തിയത് സാറേ. 3 കോംപ്ലക്സ്, ഒരുപാട് ആളുകളുടെ വലിയ രീതിയിലുള്ള ജീവന സാറേ. കാരണം അത്ര 3 കോംപ്ലക്സ്, ഇപ്പൊ 4ാമത്തെ കോംപ്ലക്സ് ബാക്ക് സൈഡിലേക്ക് പോവാണ് സാറേ. ഇത് എന്താ കാരണം എന്നുള്ളത് എന്തെങ്കിലും ഒന്നും നമുക്ക് ധാരണയില്ല. ഞങ്ങളടുത്ത് പറയുന്നു, ഞങ്ങളിവിടെ വരുന്നു, ഞങ്ങളാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് സിസ്റ്റമാറ്റിക്കായി ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫയർഫോഴ്സ് വണ്ടികൾ വരാനുള്ള ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾക്കൊരു പേടി, ഒരു ഭയം. ഈ ഒരു സമയത്ത് നിങ്ങൾ അതുകൊണ്ട് എല്ലാ ആളുകളും ഒന്നൊഴിവായ വണ്ടി എത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു. അതായത് ഇവിടെ പറയുന്നത് നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങി, പക്ഷെ അത് കാര്യക്ഷമമല്ല. ഫയർഫോഴ്സ് സംവിധാനം അടക്കം കുറവാണ് എന്നുള്ളതാണ് പറയുന്നത്. തീ ഒരു കെട്ടിടത്തിൽ നിന്ന് തുടങ്ങി 3ാമത്തെ കെട്ടിടത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. ആ ഘട്ടത്തിലും തീ നിയന്ത്രിക്കുന്നതിന് സാധിച്ചിട്ടില്ല. ഒരു ബിൽഡിംഗിൽ നിന്ന് മറ്റൊരു ബിൽഡിംഗിലേക്കാണ് തീ പടർന്നുകൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് സംവിധാനങ്ങൾ 3 എണ്ണം മാത്രമാണ് നിലവിലുള്ളത്. കൂടുതൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ തീ നിയന്ത്രണ വിധേയമാകുള്ളൂ എന്ന് വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. ഇതിനകത്ത് ഇപ്പോൾ ആശങ്ക ഒഴിഞ്ഞൊരു സാധനം, ആൾക്കാർ എല്ലാവരും ഒഴിപ്പിച്ചു എന്നുള്ളതാണ് ആശങ്ക ഇല്ലാതാക്കുന്ന ഒരു കാര്യം. പക്ഷേ ഇത്തരത്തിൽ തീ വ്യാപിക്കുകയാണെങ്കിൽ ഈ മേഖല ഇപ്പോൾ ഒരു 4-5 ബിൽഡിംഗും കൂടി ഇത് സമാനമായിട്ടുള്ള തരത്തിലുള്ള കോംപ്ലക്സുകളുണ്ട്. ആ കോംപ്ലക്സുകളിലേക്ക് തീ പടരുമോ എന്നുള്ളതാണ് വലിയ ഭീതിയായി നിലനിൽക്കുന്നത്. ധന്യ. ശരി ബിജീഷ്, തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. 3 ഫയർഫോഴ്സ് വാഹനങ്ങളാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ 3 വാഹനം മതിയാകില്ല എന്ന് നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം അത്രയധികം തീ പടർന്നിട്ടുണ്ട്. 3 കോംപ്ലക്സിലേക്ക് തീ പടർന്നു എന്നാണ് അവിടെയുള്ള ആളുകൾ പോലും പ്രതികരിക്കുന്നത്. പക്ഷേ ട്രാഫിക് കാരണം, പല കാരണങ്ങൾ കൊണ്ട് മറ്റ് അഗ്നിശമന സേനാംഗങ്ങൾക്കൊന്നും, അല്ലെങ്കിൽ ആ വാഹനങ്ങളൊന്നും അങ്ങോട്ട് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അതൊരു വലിയ ബുദ്ധിമുട്ടായി പറയുന്നുണ്ട്. മാത്രവുമല്ല, ഇതെങ്ങനെയാണ് തീ പടർന്നത് എന്നതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഇപ്പോൾ തീ പടർന്നിരിക്കുന്ന ഭാഗത്തു നിന്ന് മറ്റ് അടുത്ത തൊട്ടു സമീപത്ത് ഒരു ജ്വല്ലറി ഉണ്ടെന്നാണ് ബിജീഷ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ആ ജ്വല്ലറിയിലേക്ക് കൂടി തീ പടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത്രയധികം ആളി തീ കത്തുന്ന കാഴ്ചയാണ് കണ്ണൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് പടരാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സ് നടത്തുന്നുണ്ട്. ആളപായമില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. എല്ലാവരെയും അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. തീ ഇത്രയധികം പടരുന്നതിന്